Hello guys and welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് ദി സ്കിൻ കെയർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഈവനിങ് സ്കിൻ കെയർ കം എ ഡേ ഇൻ മൈ ലൈഫ് കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കുട്ടി വ്ളോഗ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന്. വെയിറ്റ് എ മിനിറ്റ്, ഞാൻ നോക്കട്ടെ ഞാൻ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. യെസ്, ഇറ്റ്സ് ഗെറ്റിംഗ് റെക്കോർഡിംഗ്. അപ്പോൾ ഇന്നത്തെ സ്കിൻ കെയർ ഇപ്പോൾ ഓൾമോസ്റ്റ് നൈറ്റ് 9:30 കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കൂടെ ഒരു ഈവനിങ് സ്കിൻ കെയർ റൊട്ടീൻ കാണിക്കാം. ഞാൻ ഇതിന് മുന്നേ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ട്, അതൊരു പെയ്ഡ് പ്രൊമോഷൻ ആയിരുന്നു. ബിക്കോസ് അതിനകത്തൊരു സിലിക്കോൺ ഫേസ് മസാജർ ഉണ്ടായിരുന്നു, ഒരു ഇൻറ്റിഗ്രേറ്റഡ് വീഡിയോ ആയിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ, ബട്ട് ഞാൻ ആദ്യമായിട്ട് കൊറിയൻ ബ്യൂട്ടി പ്രൊഡക്ട്സ് മേടിച്ചു ഗൈസ്. ആ പ്രൊഡക്റ്റ് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ഐ തോട്ട് ഓഫ് ഷെയറിംഗ് വിത്ത് ഓൾ ഓഫ് യു. ആദ്യമേ തന്നെ ഞാൻ ആവ്നെ പറഞ്ഞിട്ടൊരു ഫേസ് ക്ലെൻസർ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എ ഫേസ് ടോണർ. ഇത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് എൻ്റെ മുഖത്തെ അഴുക്കൊക്കെ കളഞ്ഞു. ഇന്ന് ഞാൻ ഹോം ഓഫീസ് ആയിരുന്നു കേട്ടോ, അപ്പോൾ മുഖത്ത് അത്ര അഴുക്കൊന്നുമില്ല. അതാ ഗൈസ്, എന്നാലും അഴുക്കുണ്ട്. സി, നിറയെ അഴുക്കുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഈ ഫേസ് ടോണർ വെച്ചിട്ട് എൻ്റെ മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത്, ഇത് ക്ലെൻസിങ് ടോണർ കേട്ടോ. ഇന്ന് ഞാൻ ഞങ്ങളുടെ ബാത്റൂമിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം മുഖം കഴുകാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഇവിടെ ഞങ്ങളുടെ ബാത്റൂമിലെ മിറർ ഉണ്ടല്ലോ അതിൽ ഒട്ടിച്ച് വെച്ചേക്കുവാണ്. അത് എങ്ങനെയാണെന്നറിയാമോ, ഞാൻ ആമസോണല്ല ടേമോന്ന് മേടിച്ച കേട്ടോ. ഇത് കണ്ടോ, ഈ സാധനം ഇതൊരു സിലിക്കോൺ സ്റ്റിക്കോൺ ആണ്. ഫോണിൽ വെക്കാം, നല്ല ഗ്രിപ്പ് കിട്ടും. അപ്പോൾ യു ഡോണ്ട് ഹാവ് ടു ക്യാരി യുവർ സ്റ്റാൻഡ് ഓൾവേസ് ഫോർ ഓൾ സച്ച് റെക്കോർഡിങ്. അപ്പം എനിക്കിത് ഇത്തിരി കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. അപ്പം ഞാനിതിങ്ങനെ നമ്മുടെ ബാത്റൂമിലെ മിററിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ഫോണിൽ അങ്ങനെ റെക്കോർഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, വേറെ ഇപ്പോൾ റെക്കോർഡിങ് നടക്കുന്ന ഫോണിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ മുഖം ഒന്ന് ഫേസ് വാഷ് ചെയ്യും. സെറ്റാഫിൽ പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നന്നായിട്ട് മുഖം ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. മുഖമൊക്കെ നന്നായിട്ട് കഴുകി ഞാൻ ഒന്ന് ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 പ്രൊഡക്ട്സ് ഇൻസ്റ്റാഗ്രാം പേജിലും പിന്നെ ഫേസ്ബുക്കിലൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം കുറേ ഇങ്ങനെ കൊറിയൻ ബ്യൂട്ടി പ്രൊഡക്ട്സ് നമുക്കിങ്ങനെ ആഡ് വരുന്നുണ്ട്. ഒബ്വിയസ്ലി ഞാൻ കൊറിയൻ ബ്യൂട്ടി പ്രൊഡക്ട്സ് സെർച്ച് ചെയ്തതും കൊണ്ടാണ് എനിക്ക് അതിൻ്റെ ആഡ്സ് വരുന്നത്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കൊറിയൻ ബ്യൂട്ടി പ്രൊഡക്ട്സിനും സെയിം വിലയാണ്. കുറേ കൊറിയൻ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇറങ്ങിയിട്ടുണ്ട്, പല ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ബ്രാൻഡാണ് നാമു, NAMU. നാമുൻ്റെ ഞാൻ കുറച്ച് കൊറിയൻ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഓർഡർ ചെയ്ത് എനിക്കൊരു ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ടായിരുന്നു. ഞാൻ അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് മേടിച്ചു. ബ്യൂട്ടി പ്രൊഡക്ട്സ് അല്ല, ഇത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആട്ടോ. ബ്യൂട്ടി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പം ദാറ്റ് മോയ്സ്ചറൈസർ ഓർ ക്രീം ഓർ ഓൾ ഓഫ് ദാറ്റ്, ബട്ട് ദീസ് ആർ ലൈക്ക് മോർ സ്കിൻ കെയർ റിലേറ്റഡ്. സോ ഞാൻ ഈ 3 സാധനം ആട്ടോ മേടിച്ചത്. ഇതെന്തൊക്കെയാണുള്ളത് ഞാൻ പറയാം. ആദ്യമേ ഉള്ളത് ഇത് നമ്മുടെ കോജിക് ആസിഡ് ടർമറിക് നൈറ്റ് റാപ്പിംഗ് മാസ്ക് ആണ്. കോജിക് ആസിഡ് ഉണ്ട്, വൈറ്റമിൻ സി ആൻഡ് റെറ്റിനോൾ ഉണ്ട്, പിന്നെ ട്യൂമറിക് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്നുകൂടെ നോറിഷ് ചെയ്യും, സ്കിൻ ഒന്നുകൂടെ ടൈറ്റ് ആവും. പിന്നെ ഇത് ഓവർനൈറ്റ് മാസ്ക് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കിങ്ങനെ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ബ്രഷും കിട്ടും, ഒരു സിലിക്കോൺ ബ്രഷ് ആട്ടോ. ഒരു പ്രൊഡക്റ്റ് ഇതാണ്. പിന്നെ അടുത്തതും ഒരു കൊളാജിൻ നൈറ്റ് റാപ്പിംഗ് മാസ്ക് ആണ് ഫ്രം നാമു. ഇതിനകത്തും ഒരു ബ്രഷ് വരും കേട്ടോ. ഇത് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ കുറേ യൂട്യൂബേഴ്സ് ഇതിൻ്റെ മാസ്കിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ഓപ്പണിംഗ് വീഡിയോയും അവർ മാസ്ക് എങ്ങനെ ഇടുന്നതെന്നൊക്കെ ഉള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഞാൻ ഒരു ദിവസം ഞാൻ ഇട്ട് നോക്കി. എനിക്ക് കുഴപ്പമില്ലാതെ തോന്നിട്ടോ. രാത്രി നമ്മൾ ആദ്യമായിട്ടല്ല മുഖത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് ഫുൾ നൈറ്റ് കിടക്കുമ്പോൾ അതിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. പക്ഷേ മോർണിംഗ് ഞാൻ അത് പീൽ ഓഫ് ചെയ്തപ്പോൾ ഐ വാസ് ഫീലിംഗ് ലിറ്റിൽ ഫ്രഷ് ആൻഡ് മൈ സ്കിൻ വാസ് ലിറ്റിൽ ഒരു ഗ്ലോ മാതിരി എനിക്ക് തോന്നി. പക്ഷേ ഇത് നൗ ഐ ആം ഗോയിങ് ടു യൂസ് ഇറ്റ് ഫോർ ദ സെക്കൻഡ് ടൈം. അപ്പം ഞാൻ ഇന്ന് ഈ കൊളാജിൻ നൈറ്റ് മാസ്ക് ഉപയോഗിക്കുന്നില്ല. ഇന്ന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന കോജിക് ആസിഡിൻ്റെ ടർമറിക് നൈറ്റ് റാപ്പിംഗ് മാസ്ക് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്താലോ? മുഖം കഴുകി. അപ്പം നമുക്കിത് ഈ ബ്രഷിൽ കുറച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഈ താഴെ പോകണം. ഇത് ഭയങ്കര വെള്ളം മാതിരി ഇരിക്കുന്നു ഗൈസ്. ഇവിടെ ഫേസിലെ മുടിയൊക്കെ മറ്റേ മാസ്ക് ഇല്ലേ, കൊളാജൻ മാസ്ക്, അത് ഇച്ചിരൂടെ എനിക്ക് തോന്നി
സ്റ്റിക്കി ആയിരുന്നേ. ഇത് ഇച്ചിരി വാട്ടറി ആയിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ് അഗൈൻ. എനിക്ക് സമ്മർ തുടങ്ങിക്കഴിഞ്ഞാൽ ചുണ്ടത്ത് ഇങ്ങനെ ഹീറ്റ് ബോയിൽസ് വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് കണ്ടോ, ഇവിടെ ചെറിയ ചെറിയ ഹീറ്റ് ബോയിൽസ് വന്നിട്ടുണ്ട്. അതിനി ഒരു 1-2 ആഴ്ച എടുക്കും അതൊന്ന് പോവാൻ. അതൊന്ന് നന്നായിട്ട് അങ്ങ് ഇതാവും കേട്ടോ. എന്താ പറയുക, പൊട്ടാൻ തുടങ്ങും അത്. എന്തായാലും ഞാൻ ഈ മാസ്ക് ഒക്കെ ഇന്ന് തേച്ചിട്ട് കിടക്കും. ഇത് കണ്ണും ചുണ്ടലും തേക്കാൻ പാടില്ല. എനിക്ക് തോന്നി ഈ മാസ്ക് ഇച്ചിരൂടെ വാട്ടറി ആട്ടോ. മറ്റേ ഇച്ചിരൂടെ ലിക്വിഡ് അതിൻ്റെ ഇച്ചിരി സ്റ്റിക്കി ആയിരുന്നേ. ഇത് ഇച്ചിരി റണ്ണി ആയിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ മുഖത്ത് ഇത് തേച്ചു. ഇനിയും നമ്മളൊരു 10 minutes ഇത് ഡ്രൈ ആവാൻ ഒന്നിരിക്കണം. എന്നിട്ടേ നമ്മൾ കിടക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റിലും തലയാണിലും ഒക്കെ ഇത് ആ ലിക്വിഡ് സ്റ്റിക്ക് ആവും അത്രേ. നമുക്ക് രാവിലെ യു ഹാവ് ടു പീൽ ഇറ്റ് ഓഫ്. അപ്പോൾ ഞാനും രാവിലെ ഇത് പീൽ ഓഫ് ചെയ്യുന്ന വീഡിയോയും കാണിക്കാം കേട്ടോ. ഗുഡ്. ഞാൻ ഈ ബ്രഷ് ഒന്ന് കഴുകി വെക്കട്ടെ. ഇതൊന്ന് മുഖത്തൊന്ന് പിടിക്കണം. ഒരു 10 minutes നമുക്ക് വെയിറ്റ് ചെയ്യണം. അതുവരെ നമുക്ക് നമ്മുടെ മുടിയിൽ കുറച്ച് ഹെയർ കെയറും കൂടെ ചെയ്യാം ഗൈസ്. ഞാൻ ഈ ടോണിക് വീട്ടിലുണ്ടാക്കിയെന്ന് പറഞ്ഞില്ലായിരുന്നു. ഹെയർ ടോണിക് യൂസിങ് റോസ്മാരി, പിന്നെ നമ്മുടെ ഗ്രാമ്പൂ, ദെൻ ഫെനുഗ്രിക് സീഡ് എല്ലാം വെച്ചിട്ട് ഞാൻ ഒരു ടോണിക് ഉണ്ടാക്കിയായിരുന്നല്ലോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും കൊടുത്തു കേട്ടോ. ഉണ്ടാക്കി വന്നപ്പോൾ കുറേ കൂടി. ഞാനിതെന്നും രാത്രിയിൽ അടിച്ചിട്ട് കിടക്കാറുണ്ട്. മുടിക്ക് നല്ല ഒരു സ്മൂത്ത്നെസ് കിട്ടും കേട്ടോ. നല്ല മുടി നല്ല സ്മൂത്താവും. പിന്നെ എനിക്ക് ധാരാളം ഹെയർ ഫോൾ ഉണ്ട് ബിക്കോസ് ഓഫ് ഹോർമോണൽ ചേഞ്ചസ്. കുറേ സ്ട്രെസ്സിൻ്റെ ആണോന്ന് തോന്നും, വർക്ക് റിലേറ്റഡ് സ്ട്രെസ്. പിന്നെ പല സ്ട്രെസ് ഓരോരുത്തർക്ക് കാണുമല്ലോ. അപ്പം ലൈഫ് ഇസ് നോട്ട് ദാറ്റ് ഈസി ഗൈസ് ആസ് ഇറ്റ് ലുക്സ് ഫ്രം ഔട്ട്സൈഡ്. സോ അങ്ങനെ മുടിയൊക്കെ കുറേ പോകാൻ തുടങ്ങി. പിന്നെ എനിക്ക് പെരിമെനോപോസ് സിംറ്റംസ് ഉണ്ട്. അതിൽ നമുക്ക് മുടിയൊക്കെ ധാരാളം പോവും. സോ പുതിയ ഹെയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ടോണിക്ക് നല്ലതാണ്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ റോസ്മേരി ഉണ്ടല്ലോ, വെറുതെ വെട്ടിക്കളയണ്ട. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ എല്ലാവരും ഇത്രയും വൈറലായിട്ട് റോസ്മേരി വീഡിയോസും ഹെയർ ഗ്രോത്ത് ചാലഞ്ചസൊക്കെ കാണിക്കുമ്പം നമുക്കും ചെയ്യാം. അപ്പോൾ ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുന്നേ ഇങ്ങനെ മുടിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് കിടക്കും. രാവിലെ ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് വെറുതെ കഴിക്കാൻ മതി. മുടി നല്ല സോഫ്റ്റ് ആവും. ഷാമ്പൂ ഒന്നും ഇടണ്ട. ഇറ്റ്സ് നോട്ട് ഓയിൽ റൈറ്റ്, സോ ഇറ്റ് വിൽ നോട്ട് സ്റ്റിക്ക്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ടോണർ. ഷാമ്പൂ വാഷിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയാൽ മതി. പിന്നെ ഒരു മണമുണ്ട് കേട്ടോ, നമ്മുടെ ചായപ്പൊടിയുടെ ഒക്കെ ഇതിൽ മണമുണ്ട്. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ ആ മണം അങ്ങ് പോകും. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിൽ നന്നായിട്ട് ഈ ടോണിക്കൊന്ന് പിടിപ്പിക്കട്ടെ. നോക്കി മുടി കണ്ടോ, നന്നായിട്ട് മുടിയിൽ ആ ടോണിക്ക് അങ്ങോട്ട് തേക്കാം. എന്നിട്ട് മുടി നമുക്ക് അങ്ങോട്ട് കെട്ടി വെക്കാം. മുടിയില്ല എനിക്ക്, മുടി കളിച്ചാൽ മതിയായിരുന്നു. മുടി ഉണ്ടെങ്കിൽ നമുക്ക് പകുതി കോൺഫിഡൻസ് ആണല്ലോ ഗൈസ്. എന്തായാലും ഞാൻ മുടിയിൽ ഹെയർ കെയർ ചെയ്ത് കഴിഞ്ഞു. നൈറ്റ് ഫേസ് മാസ്ക് ഇട്ടിട്ടുണ്ട്. രാവിലെ നമ്മൾ ഈ പീൽ ഓഫ് ചെയ്തിട്ട് നോക്കാം. ബാക്കി വിശേഷങ്ങൾ നാളെ രാവിലെ. പിന്നെ ഒരു പ്രൊഡക്റ്റ് കൂടെ ഉണ്ട്. ഇതും നാമോടെ ജിയു പറഞ്ഞിട്ടുള്ളൊരു സാധനം കേട്ടോ. ഇതൊരു ആഫ്റ്റർ ക്ലെൻസിങ് റിമൂവൽ പാഡ്. ഇതിനകത്ത് ചെറിയ ചെറിയ തിന്നായിട്ടുള്ള പാഡ്സ് ഉണ്ട് കേട്ടോ, ഫേസ് ക്ലെൻസിങ് പാഡ്സ്. എനിക്ക് വരുന്നില്ല. ഇങ്ങനെ നമുക്കിത് എടുക്കാനുള്ളൊരു പ്ലക്കറും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ വെച്ചേക്കാൻ കാണാൻ. ഇതിൽ ഇങ്ങോട്ട് എടുക്കുക, ഈ ഫേസ് ക്ലെൻസിങ് പാഡ്സ് എടുക്കുക, മുഖം നന്നായിട്ട് അത് വെച്ച് ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. ടോണിങ് ആൻഡ് ബ്രൈറ്റനിങ് ഫേസ് പാഡ്സ് ആണ്. ഓക്കെ, ഇതിനകത്തൊരു 100 എണ്ണം ഉണ്ട്. ഇത് അവർ
ക്ലെയിം ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ബ്രൈറ്റ് ആവും എന്നൊക്കെയാണ്. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇത് നാളെ തൊട്ട് ഉപയോഗിക്കണം. അപ്പോൾ രാവിലെ ഞാൻ ഈ ഫേസ് മാസ്ക് പീൽ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് വെച്ചിട്ട് എൻ്റെ ഫേസ് ക്ലീൻ ചെയ്യും കേട്ടോ. ഇതിനി മുഖത്തൊന്നുകൂടെ ഒന്ന് ഡ്രൈ ആവാനുണ്ട്. അതുപോലെ എനിക്ക് കിച്ചണിൽ കുറച്ച് ഡിഷൊക്കെ ഡിഷ് വാഷറിൽ വെക്കാനുണ്ട്. അതെല്ലാം എടുത്ത് വെച്ചിട്ട് കുറച്ച് വായിച്ചിട്ട് ഐ വിൽ സ്ലീപ്പ്. ഡിഷ് വാഷറിൽ നിന്ന് എനിക്ക് പാത്രങ്ങളൊക്കെ മാറ്റി. കണ്ടില്ലേ, മുഖത്തിപ്പോൾ ഇത് ഉണങ്ങി നന്നായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഐ സ്റ്റിൽ ഹാവ് ടു വെയിറ്റ് സോ ദാറ്റ് ഇറ്റ് കംപ്ലീറ്റ്ലി ഡ്രൈ ഓഫ് ആൻഡ് ദെൻ ഐ ക്യാൻ ഗോ ടു ബെഡ്. ഇല്ലെങ്കിൽ തലയാണലൊക്കെ ഒട്ടി പിടിക്കും ഗൈസ്. രാത്രി 10 മണിയാവുന്ന സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. സോ ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ വൈൽ ടേക്കിംഗ് ദീസ് തിങ്സ് ഔട്ട്. ഞങ്ങളുടെ വീട്ടിൽ സൗണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ സമയത്ത് ഞങ്ങളുടെ ഏരിയയിൽ ആരും ഉണർന്നിരിപ്പില്ല, ഞാൻ മാത്രമാണ് കൈസ് ഉണർന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ഡിഷ് വാഷറിൽ വെക്കാൻ ഭയങ്കര സാമർഥ്യമാണ്. പക്ഷെ ഇതിൽ നിന്ന് പാത്രങ്ങൾ എടുത്ത് തിരിച്ച് അതിൻ്റെ സ്ഥലങ്ങളിൽ വെക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഒരു തർക്കമാണ്, ഇതാര് ചെയ്യും, ഇന്ന പണി ഇന്ന ആൾക്കുള്ളതാണെന്നൊന്നും വിടില്ല. ഇവിടുത്തെ പണി എല്ലാവരും ചെയ്യും കേട്ടോ. ജർമ്മനിയിൽ ആ ഒരു കാര്യം നല്ലതാണ്. കുട്ടികളെ ചെറിയ ഏജ് തൊട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്താനായിട്ട് ഇവിടുത്തെ പേരൻസ് നോക്കാറുണ്ട്. കുട്ടികളെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിക്കണം ഗൈസ്. ഇത് ബാലവേലയൊന്നുമല്ല, യു ആർ മേക്കിംഗ് ദം ഇൻഡിപെൻഡൻറ്റ്. ടയർഡാണെങ്കിലും എത്ര ക്ഷീണമുണ്ടെങ്കിലും ഞാൻ രാത്രി പാത്രങ്ങളെല്ലാം കഴുകി ഇല്ലെങ്കിൽ സിങ്കിൽ വെച്ച് ഡിഷ് വാഷർ ഓൺ ചെയ്ത് സിങ്കിൽ നിന്ന് ഡിഷ് വാഷറിൽ വെച്ച് ഡിഷ് വാഷറെല്ലാം ഓൺ ചെയ്തിട്ട് ഞാൻ കിടക്കാറുള്ളൂ. അതിപ്പം എത്ര തിരക്കാണെങ്കിലും ഐ ഫോളോ ദാറ്റ്. ആ ഒരു ശീലം നല്ലതാണ്. ഞാൻ കുട്ടികളെയും അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇല്ല, ഇഫ് ഐ എം ഓൺ സം ബിസിനസ് ട്രിപ്പ് ഓർ ഇഫ് ഐ എം ഇൻ കേരള, help Acha to keep all the used vessels in dishwasher. എല്ലാം ക്ലീൻ ചെയ്തിട്ടേ കിടക്കാവുള്ളൂ. നമ്മുടെ സിങ്ക് നല്ല ക്ലീൻ ആയിട്ടിരിക്കണം, എന്നാലേ വീട്ടിൽ ഐശ്വര്യം പറ്റുള്ളൂ ഗൈസ്. ഇപ്പം മുഖത്ത് നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ചിരിക്കാനും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. കുറച്ചുകൂടി ഇവിടെയൊക്കെ ഡ്രൈ ആവാനുണ്ട്. കണ്ടോ, ഇത്തിരി വാട്ടർ ചെയ്യാം. ഇന്നിവിടെ ഡ്രൈ ആയതിനു ശേഷം ഞാൻ കിടന്നുറങ്ങുന്നതായിരിക്കും. കുക്കു കൂന്ന് 10 മണിയായി. കൊള്ളാട്ടോ. രാവിലത്തെ അവസ്ഥ എന്താവും അറിയത്തില്ല ഗൈസ്. ഇപ്പൊ എന്തായാലും മുഖത്തൊരു മിനുക്കം ഒക്കെ ഉണ്ട് ഗൈസ്. ഇത്രയും നേരം സംസാരിച്ചല്ലേ, തൊണ്ട ഉണങ്ങി. കുറച്ച് വെള്ളം കുടിക്കട്ടെ. അങ്ങനെ കിച്ചണിലെ പണിയെല്ലാം ഒതുക്കി ഗൈസ്. കിച്ചണെല്ലാം ക്ലീൻ ആക്കി. മീ ടൈം. ഇപ്പം എൻ്റെ മീ ടൈമാണ് ഇനിയും. ഷീനട്ടും കുട്ടികളൊക്കെ ഉറങ്ങി. നൗ ഐ വിൽ സ്പെൻഡ് സം ടൈം ഫോർ മൈസെൽഫ്. ഞാൻ ഈ മുഖത്ത് ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടോ, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഫാനിൻ്റെ മുന്നിൽ ഞാൻ ഒന്നുകൂടെ ഉണങ്ങും ഇത്. അതിന് ശേഷം ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യും. അതിനുശേഷം പോയി കിടക്കും ഗൈസ്. ഇപ്പോൾ 10:20 ആവുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. ഉണ്ട് കണ്ടോ, ഇത് പോയിട്ടൊന്ന് പീൽ ഓഫ് ചെയ്യാം. പീൽ ഓഫ് ചെയ്തിട്ട് എന്താവുമെന്ന് അറിയില്ല. ഇവിടുന്ന് ഓൾറെഡി ഇളകാൻ തുടങ്ങി. അയ്യോ, പിന്നെ നമ്മൾ ഡ്രൈ ആയതിനു ശേഷം ഉറങ്ങി കിടന്നുള്ളായിരുന്നു. കണ്ണിൻ്റെ അടുക്കത്തെ സ്കിൻ ഇച്ചിരി ബാഗി ആയിട്ടുണ്ട്. ചെറിയൊരു ഗ്ലോ ഒക്കെ ഉണ്ട്. ഉറങ്ങി എണീച്ചതിൻ്റെ ഒരു മുഖത്തുണ്ട്. അപ്പം നമുക്കത് കഴുകിയിട്ട് നമുക്ക് നോക്കാം. ഓവർനൈറ്റ് മാസ്ക് ഇട്ടതിന് ശേഷം എൻ്റെ മുഖം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ ബ്രൈറ്റിംഗ് പാഡ് വെച്ചും കൂടെ മുഖം ഒന്ന് സ്വാപ്പ് ചെയ്യാം. നന്നായിട്ടൊന്ന് മുഖം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഭയങ്കര തിന്നാട്ടോ, ഭയങ്കര തിന്നായിട്ടുള്ളൊരു കോട്ടൺ പാഡാണ്. അതിനെ നമുക്കിങ്ങനെ കയ്യിലെടുക്കാം, ക്ലീൻ ചെയ്യണം. ഇത് നന്നായിട്ട് ഇത് വെച്ച് സ്കിൻ മസാജ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഫേസിലും നെക്കിലും
പക്ഷേ ഇതിനകത്ത് അത്ര ലിക്വിഡൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇത് കഴുകാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ രാവിലെയും വൈകിട്ടും നമ്മൾ സ്കിൻ ഇത് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും രാവിലെ ഞാൻ എണീച്ച് മുഖമൊക്കെ കഴുകിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കോഫിയൊക്കെ കുളിച്ചിട്ട് കുളിക്കുന്നതിന് വരെ ഇത് മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഐ ഹാവ് അനദർ 25-30 minutes ഉണ്ട്. അപ്പോൾ ഞാൻ ഐ വിൽ ലീവ് ആസ് ഇറ്റ് ഈസ് ദിസ് ടോണർ thingy on my face. Good morning Shineta. Good morning. മോർണിംഗ് കോഫി. കിച്ചണൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് കിടക്കണം കണ്ടില്ലേ. കുളിച്ചിട്ട് വന്നു. ഇനിയും നമുക്ക് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്തിട്ട് ഇന്ന് വർക്ക് ഫ്രം ഹോം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ജോലിക്ക് കയറാൻ സമയമാവുന്നു. 8:30 ആവുന്നു. എനിക്ക് 8:30ക്ക് അന്ന് ലോഗിൻ ചെയ്യേണ്ട. എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ഒരു സാധനം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കണ്ണിൻ്റെ അടിക്ക് ഇങ്ങനെ ബാഗി ആയിട്ടിരിക്കുന്നതിനും പിന്നെ കണ്ണൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കില്ലേ, സ്വോളൻ ഐസ് അല്ലെങ്കിൽ പിന്നെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ് ഇത്. ഞാൻ ഡഗ്ലസിന് മേടിച്ച ഇതിൻ്റെ പേരാണ് ദ റിച്വൽ ഓഫ് നമസ്തേ. ഒരു ആൻറ്റി ഏജിങ് ഐ കോൺസെൻട്രേറ്റ് ആണ് വിത്ത് സാഫ്രൻ ഫ്ലവർ ആൻഡ് ലോട്ടസ് എക്സ്ട്രാക്ട്. ഒരു ടിപ്പ് എടുത്തിട്ട് ഇങ്ങനെ കണ്ണിൻ്റെ ഈ വീങ്ങിരിക്കുന്നില്ലേ, പഫി ആയിട്ടിരിക്കുന്ന ഒരു സൈഡിലോട്ട് ശകലം ഇങ്ങനെ തേക്കുക. എന്നിട്ട് ഈ 2 വിരൽ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം ഇതിപ്പോൾ റീസെൻ്റ്ലി ഞാൻ ആഡ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ കോസ്പെറയുടെ റെറ്റിനോൾ, ഇത് കുറേ നാൾ നിൽക്കും കേട്ടോ. ഒത്തിരി ഇറ്റ്സ് വർത്ത്. ഐ പെയ്ഡ് അറൗണ്ട് 36 euros or something. ബട്ട് ഇപ്പോൾ ഒരു 4 മാസമായിട്ടുണ്ട് ഞാൻ മേടിച്ചിട്ട്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ബിക്കോസ് നമുക്കൊരു ശകലം ക്വാണ്ടിറ്റി മതിയല്ലോ. തേച്ചിട്ടോ. ഇനിയും പുറത്തൊന്നും പോകുന്നില്ലെങ്കിലും സൺസ്ക്രീൻ തേക്കണം കേട്ടോ. ഇറ്റ് പ്രൊട്ടക്ട്സ് ദി harmful rays that you're getting from your laptop, from your desktop, from your mobile and everything. It's not only for sun protection but also for all the bad rays that you get from your electronic devices also, is what my theory. Okay, അപ്പോൾ ഞാൻ അങ്ങനെ അത് തേച്ചു. വേറെ കൂടുതൽ മേക്കപ്പ് ഒന്നും ഞാൻ ഇടാൻ പോകുന്നില്ല. ഒന്നൊന്ന് എഴുതണം ബിക്കോസ് മീറ്റിംഗൊക്കെ ഇരിക്കുന്നല്ലേ. ഇത് ഡാസ്ലറിൻ്റെ ആണ് കേട്ടോ, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന. അപ്പോൾ ഞാൻ സെറ്റായി. ഇനി എനിക്ക് എന്താ മുടി ഒന്ന് ഡ്രൈ ചെയ്യണം. എൻ്റെ ഓഫീസ് റൂം കല്ലറിയാണ്, അതുകൊണ്ടാണ് അവിടെ ഇരുട്ട്. ഇത് എൻ്റെ സ്റ്റുഡിയോ റൂം കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. നല്ല ഒരു മിററൊക്കെ ഞാൻ മേടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നിൽ നിന്ന് ഞാൻ അങ്ങനെ റീൽസൊന്നും ഒത്തിരി ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പോയിട്ട് ജോലിക്ക് കയറട്ടെ. ഭയങ്കരമായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹൈപ്പും തരണം കേട്ടോ, ജസ്റ്റ് സ്വൈപ്പ് ആൻഡ് ഹൈപ്പ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്നുകൂടെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും നിങ്ങൾക്ക് ഈ കോണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. എൻ്റെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട് ഗൈസ്. നല്ല ഒരു ഫേസ് മാസ്ക് നന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുവാണ് ഗൈസ്. എനിക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ചായ ഒക്കെ കിട്ടി. ജോലിക്ക് കയറി ലോഗിൻ ചെയ്തു. എനിക്ക് ഇന്ന് കുറച്ച് ട്രെയിനിങ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇന്ന് ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്. ഇന്ന് വെനസ്ഡേ 23rd of July ആണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്ന ഫ്രൈഡേ ഒക്കെ ആയിട്ടായിരിക്കും. ഞാനിപ്പോൾ സ്ഥിരമായിട്ടും ലോങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ യൂട്യൂബിൽ നിന്ന്. ഒരു $100 ആയി കഴിഞ്ഞാലേ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവത്തുള്ളൂ. Q&A ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാനൊരു Q&A ലൈവായിട്ട് വരാം കേട്ടോ. ഇത് ഇടട്ടെ. പണിയുണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഇതായിരുന്നു ഗൈസ് എൻ്റെ ഒരു ഈവനിങ് ആൻഡ് മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ. ഒരു സ്മോൾ ഡേ ഇൻ മൈ ലൈഫ് മാതിരിയാണ് ഞാൻ അതിനെ സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ. ദെൻ ഓൾസോ ഹൈപ്പ് ഇറ്റ്. ഒരു സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റും ഗൈസ്. സോ അത്രയ്ക്കുള്ള ജോലി തുടരട്ടെ. അപ്പോൾ shine like a queen, you don't need anyone